പ്രിയപ്പെട്ടവരെ, RSS അനുകൂല പ്രസ്താവന എന്ന് പറയാൻ കഴിയും. പക്ഷേ എങ്കിലും അതൊരു RSS രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണെന്നുള്ള സ്പീക്കറിന്റെ പ്രസ്താവനയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഇപ്പോൾ വിയോജിച്ചിരിക്കുകയാണ്. സ്പീക്കർ സ്ഥാനത്തിരുന്നു കൊണ്ട് ഷംസീർ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. RSS രാജ്യത്തെ വലിയ സംഘടന എന്ന പ്രസ്താവന തെറ്റാണ്. ഇടതുമുന്നണി നയത്തിന് തന്നെ എതിരായ പ്രസ്താവനയാണ് സ്പീക്കറുടേതെന്നും ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. കേൾക്കാം. BJP RSS വലിയ സംഘടന എന്ന സ്പീക്കറുടെ അഭിപ്രായം തികച്ചും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പൂർണ്ണമായിട്ടും ഞാൻ അതിനെ എതിർക്കുന്നു. ഒരു കാരണവശാലും സ്പീക്കർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. മതേതരത്തിനും മതസൗഹാർദ്ദത്തിനും എതിരായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ആ പ്രസ്ഥാനത്തെ പുകഴ്ത്തി പറയാൻ ഒരിക്കലും സ്പീക്കറെ പോലെ ഉന്നത പദവിയിലിരിക്കുന്ന ആൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഹ ബിനോയ് വിശ്വം വളരെ വ്യക്തമായി അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. നമുക്കിപ്പം ഇക്ബാൽ ചേരുന്നുണ്ട്, ഒപ്പം തന്നെ ശ്രീജിത്തും തത്സമയമുണ്ട്. ആദ്യം ഇക്ബാലിലേക്ക്. ഇക്ബാൽ, RSSനെ ഇന്ത്യ രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടന എന്നാണ് സ്പീക്കർ വിശേഷിപ്പിച്ചത്. അതിനെതിരെ CPയിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാവുന്നു. CPMൽ തന്നെ ചില ആളുകൾക്ക് ആ പരാമർശത്തോട് വിയോജിപ്പുമുണ്ട്. ഇപ്പോൾ ചിറ്റയം ഗോപകുമാർ വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്, RSSനെ പുകഴ്ത്തി പറയുകയായിരുന്നു സ്പീക്കർ എന്ന നിലയിലാണോ ചിറ്റയം ഗോപകുമാർ അതിനെ കാണുന്നത്? അരുൺകുമാർ, കഴിഞ്ഞ ദിവസമാണ് സ്പീക്കർ AN ഷംസീർ RSS രാജ്യത്തെ ഏറ്റവും വലിയ സംഘടനയാണ് ADGP MR അജിത് കുമാർ RSSന്റെ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ യാതൊരു തെറ്റുമില്ല, അത് ഗൗരവമായി എടുക്കേണ്ട എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയത്. ഇതിനെതിരെ CPIMനകത്തു നിന്നും അതുപോലെ തന്നെ CPIക്കകത്തു നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ AN ഷംസീറിൻ്റെ ഈ പ്രസ്താവനയെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പരിപൂർണമായും തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കറായ ചിറ്റയം ഗോപകുമാർ തന്നെ രംഗത്തെത്തിയിട്ടുള്ളത്. സ്പീക്കർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് സ്പീക്കറായ AN ഷംസീറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. RSS രാജ്യത്തെ ഏറ്റവും വലിയ സംഘടന എന്ന് പറയുന്നത് തെറ്റാണ്. മതസൗഹാർദ്ദത്തിന് എതിരായി നിൽക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RSS. പരിപൂർണമായും ഇടതുമുന്നണി നയത്തിന് തന്നെ എതിരായ ഒരു പ്രസ്താവനയാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇത് പൂർണ്ണമായും തള്ളിക്കളയേണ്ട രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഷംസീറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇത് വലിയ രീതിയിലൊരു തെറ്റായി തന്നെ കണക്കാക്കണമെന്നും ഡെപ്യൂട്ടി സ്പീക്കറായ ചിറ്റയം ഗോപകുമാർ പറയുകയായിരുന്നു. ഏതായാലും CPIMന് അകത്ത് നിന്ന് തന്നെ ഷംസീറിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും CPIM ഇതെല്ലാം ശ്രദ്ധിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ CPIMന് അകത്ത് നിന്ന് തന്നെ ഇതിനെതിരെയുള്ള നടപടികൾ വരുമെന്ന രീതിയിലുള്ള പ്രതികരണവും ഡെപ്യൂട്ടി സ്പീക്കറായ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു വെക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്ത വാക്കുകൾ എന്ന് പറയുന്നത് ADGP RSS നേതാക്കളെ കണ്ടത് ആര് പറഞ്ഞിട്ടാണ് ADGP ഈ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്ത് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ RSS നേതാക്കളെ കണ്ടത്, ഔദ്യോഗിക വാഹനം ഒഴിവാക്കി സ്വകാര്യ വാഹനത്തിൽ എന്തിനു പോയി എന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ഡെപ്യൂട്ടി സ്പീക്കർ ഉയർത്തുന്നുണ്ട്. ഏതായാലും സ്പീക്കറിൻ്റെ പ്രസ്താവന RSS സംഘടനയെ അനുകൂലിച്ചുകൊണ്ടും അതുപോലെ തന്നെ ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയെ അനുകൂലിച്ചുകൊണ്ടും സ്പീക്കർ നടത്തിയ പ്രസ്താവന പൂർണ്ണമായും തെറ്റാണെന്നും അദ്ദേഹത്തെ തള്ളിക്കൊണ്ടും ഉള്ള ഒരു പ്രസ്താവനയാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറായ ചിറ്റയം ഗോപകുമാർ നടത്തിയിട്ടുള്ളത്. RSS രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണെന്ന് സ്പീക്കർ AN ഷംസീറിന്റെ പ്രസ്താവനയെ ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ തള്ളിയിരിക്കുകയാണ്. പുകഴ്ത്തുന്ന പ്രസ്താവന ശരിയല്ല എന്നതാണ് ചിറ്റയം ഗോപകുമാറിന്റെയും CPIയുടെയും പൊതുവെയുള്ള പ്രതികരണം.